ദ ജേർണലിസ്റ്റിലേക്ക് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, സംഘർഷങ്ങളൊക്കെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആത്മീയ തട്ടിപ്പിന് കളമൊരുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളായിരുന്നു എന്ന സംശയം ബലപ്പെടുകയാണ്. അതായത് ഈ സമാധിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു വിവാദം ഉണ്ടാകണമെന്നും അതിനിടയിൽ ഒരു വർഗീയ കലാപം ഉണ്ടാകണമെന്നും അതിനുശേഷം ഒരു മഹാസമാധി നടത്തണമെന്നും അതിനുമിപ്പുറം അതൊരു വലിയ ബിസിനസ്സാക്കി മാറ്റണമെന്നും ഒക്കെ കുറേ ആളുകൾ കൂടിച്ചേർന്നിരുന്ന് തീരുമാനിച്ചതിന് ശേഷം ഒരു തിരക്കഥയുണ്ടാക്കി അതിലേക്ക് മാധ്യമങ്ങളെയും പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ തന്ത്രപൂർവം എത്തിക്കുകയായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. അതിനുള്ള കാരണം അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛൻ, ശേഷിയുള്ള അച്ഛൻ, സമാധിയായ അച്ഛൻ, ഞങ്ങളുടെ വികാരം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകിയിരുന്ന മക്കൾ ഇന്നലത്തെ മഹാസമാധി കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ചെയ്യുന്നത് എന്ന് ഒന്ന് അന്വേഷിച്ചു നോക്കുക. അവരുടെ വികാരങ്ങളൊക്കെ മാറി അവരിതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റാൻ വേണ്ടി തയ്യാറെടുക്കുകയാണോ എന്ന് അന്വേഷിക്കണം. കാരണം ഇന്നലെ വൈകിട്ട് മുതൽ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായ ചില പ്രചാരണങ്ങൾ ഈ സമാധി വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിസിനസ് താല്പര്യത്തോടു കൂടിയുള്ള ചില ഇടപെടലുകൾ. നമുക്കിടയിൽ ഇൻഫ്ലുവൻസർമാരുണ്ട്, യൂട്യൂബർമാരുണ്ട്, മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രചാരകന്മാരുണ്ട്. ഈ ആളുകളിൽ കുറേ പേർ കാശ് കൊടുത്താൽ എന്തും ചെയ്യും, ആർക്കെതിരെയും എന്ത് വൃത്തികേടും പറയും, ആരെക്കുറിച്ച് വേണമെങ്കിലും എന്തും പറയാൻ ഇവർക്ക് ഒരു മടിയുമില്ല, പണം കൊടുത്താൽ മതി. അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ചേർന്ന് സംഘടിതമായ ചില പ്രചാരണങ്ങൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണം കൊടുത്തു കഴിഞ്ഞിട്ട് പൈസ തരാം, കുറച്ച് അമേദ്യം എടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരതും ചെയ്യും. അമ്മാതിരി നാണം കെട്ട ടീമുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആളുകൾ ഈ വിഷയത്തിൽ ചില മുതലെടുപ്പുകളും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത് ഇതിനൊരു വർഗീയ സംഘർഷമൊക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് തള്ളുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഹിന്ദു സംഘടനക്കാരെന്നൊക്കെ പറഞ്ഞ് ഈ മക്കളുടെ കൂടെ നിന്ന് കുറേ പേരുണ്ട്. അവരെക്കുറിച്ചൊന്നുമല്ല, അവർ അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ട പണിയെടുക്കുകയാണ് ചെയ്തത്. അവർ കാലങ്ങളായിട്ട് ആ പണി തന്നെയാണ് എടുക്കുന്നത്. അവരെ ഒരു സുപ്രഭാതത്തിലൊന്നും മാറ്റാൻ പറ്റില്ല. മറിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇരുന്ന് തള്ളുന്ന കുറേ ആളുകൾ ഇപ്പോൾ ഇതിനെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. മുസ്ലിം തീവ്രവാദികൾ, മുസ്ലിങ്ങളാണ് ഇതിന് പിന്നിൽ, തീവ്ര ചിന്താഗതിക്കാർ, സങ്കുചിത മതക്കാർ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഈ നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയുമായി ബന്ധപ്പെട്ട, ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയം മുതൽ അതിനെ ഒരു വർഗീയ കലാപമാക്കി മാറ്റിയെടുക്കാൻ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കുറേ ആളുകളുണ്ട്. മകൻ തീ കൊളുത്തി വിട്ടു, അത് ആളിക്കത്തിക്കാൻ കുറേ പേര് നോക്കി, ഹിന്ദു സംഘടനക്കാരെന്നൊക്കെ പറഞ്ഞു വന്ന കുറേ എണ്ണങ്ങൾ നോക്കി. പക്ഷെ ജനങ്ങൾ ജാഗ്രതയോടുകൂടി നിന്നതുകൊണ്ട്, നാട്ടുകാർ ജാഗ്രതയോടുകൂടി നിന്നതുകൊണ്ട് ഒരു വർഗീയ കലാപം ഉണ്ടായില്ല എന്നേ ഉള്ളൂ. എന്ന് വെച്ച് ആ വർഗീയ കലാപത്തിന് വേണ്ടിയുള്ള ശ്രമം, ആ തീ ആളിക്കത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് തെറ്റല്ലാതാകുന്നില്ല. അതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതുവരെയും അതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ട് ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അതിന്മേൽ നടപടി സ്വീകരിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിലാണ് പുതിയ ബിസിനസ് താല്പര്യങ്ങളും ഒക്കെ ആയിട്ട് ഓരോരുത്തന്മാർ വരുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഗോപൻ സ്വാമി സമാധിയായതോടെ അത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാവുകയാണ്, വാരണാസി പോലെ, അയോധ്യ പോലെ, കുംഭമേള പോലെയൊക്കെ ഒരു വലിയ സംഭവമായി ഇത് മാറുകയാണെന്ന മട്ടിൽ പെയ്ഡ് PR പ്രൊമോഷൻസ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രൊമോഷനുകൾ വരികയാണ്. അതായത് പൈസ മേടിച്ചിട്ട് സമൂഹത്തെ കത്തിക്കാൻ ശ്രമിച്ച, വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച കുറേ ആളുകളെ അങ്ങ് വാഴ്ത്തിപ്പാടി അത് തീർത്ഥാടന കേന്ദ്രമാണ്, ഭക്തജനങ്ങളൊക്കെ, ഹിന്ദുക്കൾ മുഴുവൻ ഇങ്ങോട്ട് ഒഴുകി വരണമെന്ന് പറഞ്ഞിട്ട് ഉളുപ്പില്ലാതെ ക്യാമ്പയിൻ നടത്തുകയാണ്. അതായത് സമൂഹത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പ്രശ്നമുണ്ടാക്കിയ ടീമുകൾ അവർ പൊടുന്നനെ അവരെ വെള്ള പൂശി പൈസ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് അവരെ വിശുദ്ധന്മാരാക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എനിക്ക് കുറേ പേര് ഒരു സ്ക്രീൻഷോട്ടല്ല ഒരു പോസ്റ്റർ അയച്ചു തന്നു. സന്യാസിമാർ നമശിവായ ചൊല്ലി ഋഷിപീഠത്തിൽ സമാധി ഇരുത്തി ഇനി ഭക്തജന പ്രവാഹം എന്നാണ് പറയുന്നത്. ഋഷിപീഠത്തിൽ സമാധി ഇരുത്തി ഇനി ഭക്തജന പ്രവാഹം. ഈ മഹാസമാധി എന്ന് പറയുന്നത് ഗംഭീര മറുപടിയായിരുന്നു. അതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. കാരണം നാട്ടുകാരൊക്കെ കൂടി കല്ലറ പൊളിക്കുന്നു. ആ നാട്ടുകാർക്ക് മുന്നിലൂടെ പല സ്വാമിമാരെയും ഈ പറയുന്ന കുംഭമേളയ്ക്കൊക്കെ പോയ വലിയ ഋഷിവര്യന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് മക്കളെ നെഞ്ചു വിരിച്ച് നിന്നിട്ട് അച്ഛൻ്റെ സമാധി ഗംഭീരമായിട്ട് അവർ ചെയ്തു. അതിലെനിക്ക് തർക്കമൊന്നുമില്ല. കൃത്യമായ മറുപടിയാണ്. നാട്ടുകാർ നോക്കി നിന്നു, സംശയമില്ല. പക്ഷേ ഇപ്പോഴും ഇതൊരു സ്വാഭാവിക മരണമാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിൽ തീർപ്പ് വന്നിട്ടില്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം.
പ്രാഥമിക പരിശോധനയിൽ മരണത്തിൽ അസ്വാഭാവികതയില്ല, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. മറിച്ച് ശ്വാസകോശത്തിൽ ഭസ്മത്തിൻ്റെ അംശമുണ്ട്, ശ്വാസതടസ്സം ഉണ്ടായിട്ടുണ്ടോ, ശ്വാസം മുട്ടിമരിച്ചതാണോ, വിഷത്തിൻ്റെ അംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ, തലയിൽ ചില കരിവാളിച്ച പാടുകൾ കണ്ടിട്ടുണ്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതെന്തെങ്കിലും മർദ്ദനത്തിൻ്റെ ഭാഗമായിട്ടാണോ, അതോ കോൺക്രീറ്റ് ഇട്ട് അടച്ച ശേഷം അദ്ദേഹത്തിന് ജീവൻ വെച്ചിട്ട് ഇറങ്ങി ഓടാൻ തല വെച്ച് തള്ളിയപ്പോൾ വന്നതാണോ, അങ്ങനെ പല സംശയങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഒരു അന്തിമ തീർപ്പൊന്നും വന്നിട്ടില്ല. പക്ഷെ മക്കൾ തങ്ങളുടെ ഒരു വാശിക്ക് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു പ്രതികാരം എന്ന നിലയ്ക്ക് ആ പരിപാടി നടത്തി, അത്രയേ ഉള്ളൂ. പക്ഷെ അത് നല്ല പരിപാടിയായിരുന്നു, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല മറുപടിയാണ്. എന്ന് വെച്ച് ഇത് മുഴുവൻ അങ്ങോട്ട് വിശുദ്ധവൽക്കരിച്ച് ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോടതി തീർപ്പ് പറയുന്നതിന് മുമ്പ് അങ്ങ് തീർപ്പ് പറഞ്ഞ് വർഗീയ കലാപം ഉണ്ടാക്കാൻ നടത്തിയ തീവ്ര ശ്രമങ്ങൾ, നെറികെട്ട ശ്രമങ്ങളെ മുഴുവൻ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അതൊരു വലിയ ഭക്തജന പ്രവാഹം ഉണ്ടാകാൻ പോകുന്ന, തീർത്ഥാടന കേന്ദ്രമാകാൻ പോകുന്നു, ഹിന്ദുക്കളുടെ കേന്ദ്രമാകാൻ പോകുന്നു എന്ന് എങ്ങനെയാണ് പറയുക? ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം എടുത്തിട്ട് ഹിന്ദുവിൻ്റെ സ്ഥലമാണിത്, ഹിന്ദു ആചാരമാണിതെന്ന് പറയാൻ ആരാണ് നിനക്കൊക്കെ ലൈസൻസ് തന്നത്? തീർത്ഥാടന കേന്ദ്രമാകുന്നു, ഭക്തജന പ്രവാഹമാണത്രേ. ഭക്തന്മാർ മുഴുവൻ പൊട്ടന്മാരാണെന്നാണ് നിൻ്റെയൊക്കെ വിചാരം. വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച, മുസ്ലിങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിച്ച, തീവ്രവാദികളാക്കി ചിത്രീകരിച്ച ഒരുവൻ, അത് ആ മകനെക്കുറിച്ചാണല്ലോ, സനന്ദൻ എന്ന് പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ ഇന്നലെ കേസ് വന്നപ്പോൾ ഓടി വന്ന് മാപ്പ് പറഞ്ഞേക്കുക. അല്ലെ, മുസ്ലിങ്ങളുടെ കാലെ പിടിച്ച് കരച്ചിലായിരുന്നു. വർഗീയ കലാപം പാളിയതിൻ്റെ എല്ലാ ലക്ഷണവും ഉണ്ട് മുഖത്ത്. കാരണം കേരളത്തിലുള്ളവരെ പ്രബുദ്ധരാണ്, അവർക്ക് ബോധമുണ്ട്. ഒരു കലാപം ഇല്ലാതിരിക്കാൻ എങ്ങനെയൊക്കെ ശ്രമിക്കാം, ഇടപെടാമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ശബരിമല സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയ ആളുകൾ അവർ തുടരുന്ന ഒരു സ്ഥലം, ഇപ്പോൾ ഗോപൻ സ്വാമി ഒരു ചർച്ചാ വിഷയമായി. ഗോപൻ സ്വാമിയുടെ സമാധി ഇരിക്കുന്ന, മഹാസമാധി ഇരിക്കുന്ന സ്ഥലം നമുക്ക് പോയി കാണാം, നമുക്ക് തൊഴാം. പക്ഷേ ഈ മകരൊക്കെ ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ അത് നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും? അതേക്കുറിച്ച് ചർച്ച ചെയ്യാതെ എങ്ങനെ പോകാൻ കഴിയും? സമൂഹത്തെ ഭിന്നിപ്പിച്ച് കലാപമുണ്ടാക്കാൻ, വർഗീയ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചവർ ഇരിക്കാൻ പോകുന്ന സ്ഥലം, ഇനി അവരായിരിക്കും അവിടെ കസ്റ്റോഡിയന്മാർ. അവരിയ്ക്കുന്ന ഇടം എങ്ങനെയാണ് ഹിന്ദു ഭക്തർ ഇരച്ചെത്തുന്ന സ്ഥലമാകുന്നത്? ഹൈന്ദവ ആചാര്യന്മാർ അല്ലെങ്കിൽ ഈ പൂജാരിമാർ എന്നൊക്കെ പറയുന്ന ആളുകൾ അവർക്ക് ക്രിമിനലുകളല്ല, അവർ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരല്ല, അവർക്ക് കേസൊന്നും ഉണ്ടാവില്ല, അവർ ഭക്തിയിൽ ലയിച്ച് ആത്മീയതയിൽ മുഴുകി നടക്കുന്ന ആളുകളാണ്. അങ്ങനെയാണോ ഇവൻ? നിങ്ങൾ പറ. ഹിന്ദുക്കളുടെ മുഴുവൻ ആത്മീയ കേന്ദ്രമായിട്ടാണോ ഇവനെന്ന് ഞാൻ ഉദ്ദേശിച്ചത്? നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെയല്ല, ആ മഹാസമാധിയെയുമല്ല. ഗോപൻ സ്വാമിയുടെ മകൻ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവൻ, അവനെയാണ് പറയുന്നത്. അപ്പോൾ അവനാണോ ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ സംരക്ഷിക്കുന്നവൻ? ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് മന്ത്രിക്കുന്നവരാണ് ഹൈന്ദവർ. അതിനിടയിലേക്ക് ഒരു മതത്തിൻ്റെ വിദ്വേഷവും വെറുപ്പും നുണയും വിശ്വംഭരനും യേശുദാസനും ഒക്കെ പരാതി കൊടുത്തതൊക്കെ അവരൊക്കെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞവനാണ് ഇവൻ. ബോധപൂർവമായി കലാപം ഉണ്ടാക്കാൻ നോക്കിയതാ, ഒരു സംശയവും വേണ്ട. അപ്പം എന്നിട്ട് അയാളൊക്കെ നോക്കി നടത്തുന്ന സ്ഥലത്തേക്ക് ഭക്തജനങ്ങൾ ഇരച്ചെത്തണം അത്രേ. ഇപ്പോൾ ഋഷിവര്യന്മാർ വന്നു, സന്യാസിമാർ വന്നു, അവർ നമശിവായ ചൊല്ലി ഗോപൻ സ്വാമിയെ സമാധിയിരുത്തി. ശരിയാണ്, ഗോപൻ സ്വാമിക്ക് ഉള്ള സമാധിയാണത്, അവർ വരും. എന്ന് വെച്ച് ഈ മകനെ വിശുദ്ധവൽക്കരിച്ച് ഇവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാ ദുരൂഹതകളും നീങ്ങി എന്നൊക്കെ പറഞ്ഞ് PR പണി, പരസ്യപ്പണി, ഇത് അതൊരു ആത്മീയ കേന്ദ്രമാക്കി അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യും. ഹിന്ദുക്കൾ ഒഴുകിയെത്തുന്നു, ഭക്തർ ഒഴുകിയെത്തുന്നു പറഞ്ഞ് കുറേ കഥകൾ അടിക്കും. എന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും. എന്നിട്ട് പാവപ്പെട്ട ഭക്തരെ പറ്റിക്കും. ഇങ്ങനെയൊക്കെ കുറേ എണ്ണങ്ങളുണ്ട് നമുക്കിടയിൽ. പൈസ കൊടുത്താൽ എന്തും ചെയ്യുന്നവന്മാർ, നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാനും എന്തും നുണ പറയാനും ഒരു മടിയില്ലാത്തവന്മാർ നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ളവരാണിപ്പോൾ ഈ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമികളുടെ മഹാസമാധിയിലേക്ക് ഭക്തജന പ്രവാഹം എന്ന് പറയുന്നത്. അങ്ങനെ ഭക്തജന പ്രവാഹം വരുന്നു, അവിടെ ഡൊണേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ അത് ചെയ്യുമ്പോൾ അത് സത്യത്തിൽ ആർക്കാണ് ഗുണകരമാകുന്നത്? വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ആ മകനാണ്. നിരന്തരമായി അവിടെ പ്രശ്നമുണ്ടാക്കിയ ആ ആളുകൾക്കാണ് ഇത് ഗുണകരമായി പോവുക. എന്തുകൊണ്ട് അവനെ ശിക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കേസിൽ അന്തിമ വിധി വന്നിട്ടില്ലല്ലോ, തീർപ്പ് വന്നിട്ടില്ലല്ലോ. അസ്വാഭാവികത ഇല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും പറഞ്ഞിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഇനിയും കുറേ കടമകളുണ്ട്, കൃത്യമായ ഫൈനൽ റിപ്പോർട്ട് വരാനെന്നാണ്. അപ്പോഴേക്കും തിടുക്കപ്പെട്ട് ഇവരെ മുഴുവൻ വെള്ളപൂശി അവിടെ ചെന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയും വാങ്ങിച്ചിട്ട് ഇവർക്ക് വേണ്ടി കഥ എഴുതാനും പോസ്റ്റർ അടിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഇതിനുള്ള എനർജി ഉപയോഗിക്കേണ്ടത് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനെതിരെ സംസാരിക്കുമ്പോഴാണ്. എങ്കിലേ നിങ്ങൾ ഉത്തരവാദിത്വമുള്ള മനുഷ്യരാകൂ. ജനനന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ
ഇവനെ പോലുള്ളവരെ ചോദ്യം ചെയ്യണം, എന്നെ കണ്ടു പഠിക്കണം. ഞാനൊക്കെ ചെയ്യുന്ന കണ്ടില്ലേ? ഞാനൊക്കെ ഇവൻ ചെയ്ത ഈ വൃത്തികേടിനെ ഒരിക്കലും പിന്തുണച്ചിട്ടില്ല. ഇവനെ പിന്തുണച്ചാൽ ചിലപ്പോൾ അവൻ്റെ ആത്മീയ കേന്ദ്രമായി അവനത് വളർത്തിക്കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും, ഞാൻ മേടിക്കില്ല. അങ്ങനെ സമൂഹത്തെ നശിപ്പിച്ച് വർഗീയത വളർത്തി കിട്ടുന്ന ഒന്നും നമുക്ക് വേണ്ട. എന്തായാലും ഇതൊരു ഒരു വലിയ ഭക്തജന പ്രവാഹമുള്ള ഹിന്ദുക്കളുടെ തീർത്ഥാടന കേന്ദ്രമാക്കിയൊക്കെ മാറ്റാൻ വെമ്പൽ കൊണ്ട് പൈസ മേടിച്ച് നക്കാൻ നടക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഈ പൈസക്ക് നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ദഹിക്കില്ല കേട്ടോ. ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കി കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയൊന്നും പിന്തുണച്ച് നേടുന്നതൊന്നും ഒരു നേട്ടവുമല്ല, അത് ശാശ്വതവുമായിരിക്കില്ല എന്നോർത്തോളാം.